ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, നാളെ പൗർണമി ദിനമാണ്. നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഓരോ പൗർണമിക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നാളെ കാർത്തിക പൗർണമിയാണ്. നമ്മൾ ബീവർ മൂൺ എന്ന് പറയുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ വളരെയധികം ബ്രൈറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബിഗായിട്ട് നമുക്ക് ആ ഒരു ഫുൾ മൂണെ കാണാൻ പറ്റുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പൗർണമിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഈവിൾ എനർജീസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് എല്ലാം നമ്മളെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് തീർത്തും നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ മൈൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫിസിക്കൽ ബോഡി ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്കൊരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പതിവ് പോലെ പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യേണ്ടത് നാളെ മിഡ് നൈറ്റ് വരെയാണ്. നാളെ മിഡ് നൈറ്റ് വരെയുള്ള അത്രയും കമൻറ്റ്സേ നമ്മൾ എടുക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ കമൻറ്റ്സ് ഓഫാക്കി ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് വരാം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവാം. അതായത് ചില സമയങ്ങളിൽ ഈ ഒരു ബന്ധം വളരെ നല്ല രീതിയിൽ പോകുന്നു, രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മറ്റു ചില സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു ഡൗൺഫോൾ എന്ന് പറയുന്നത് പോലെ തീർത്തും ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലേക്ക് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റിമസിയും കാര്യങ്ങളെല്ലാം ചില സമയങ്ങളിൽ നഷ്ടപ്പെടുന്നു. അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർത്തും നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് നാളുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർക്ക് ഫ്രീക്വൻ്റ്ലി നിങ്ങളോട് ഇടപഴകാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണുന്നത്. കംപ്ലീറ്റ്ലി കുറേ നാളുകൾ നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. കാരണം ആ ഒരു എനർജിയിൽ അവർക്ക് തുടരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് കറൻ്റ്ലി ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം. അതായത് ഭയങ്കരമായിട്ട് മാസങ്ങളുടെ ഒരു നോ കോണ്ടാക്റ്റ് ഒന്നും ആവണമെന്നില്ല. ചിലപ്പോൾ ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം. പരസ്പരം കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും ഭയങ്കര ജാടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇനി വേറെ ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാവാം, തീർത്തും നോ കോണ്ടാക്റ്റിലിരിക്കുന്ന അവസ്ഥയായിരിക്കില്ല. കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ ആ ഒരു തരത്തിലിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള തരത്തിലെല്ലാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അത്രയും നല്ലൊരു ടേംസിലിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഒരാൾ എയർ സൈനും ഒരാൾ ഫയർ സൈനും ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരാൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി അതിലേതെങ്കിലും ഒന്നെല്ലാം ആയിരിക്കാം. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ജെമിനൈ, ലിബ്ര, അക്വേറിയസ് ആ ഒരു എനർജിയിലായിരിക്കാം. അപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല. ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു എനർജി ഇവിടെ കാണുന്നത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഒരു കുറച്ച് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്തെടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ മറക്കാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, ഇത് പൊയ്ക്കോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ റിലേഷൻഷിപ്പിന് അത്രയധികം സ്ഥാനമുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ കരുതുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കരുതുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറി പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ചെയ്തിട്ടുള്ള പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരിക്കലും സ്യൂട്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവിടെയുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ
തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പരിപൂർണമായിട്ട് പുറത്ത് കടക്കാനോ ഇത് വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പതിയെ ഓടിക്കളയാമെന്ന് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അവരുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തത് നിങ്ങളുടെയും കൂടി കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് ആൾ ചിന്തിക്കുന്നത്. ആൾക്കിത് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് ആളിവിടെ നിൽക്കുന്നത്. അപ്പോൾ കുറേയധികം വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ഒരു പെരുമാറ്റം. കാരണം ചില കേസസിൽ നമ്മളുടെ പേഴ്സൺ നമ്മളുടെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കഴിയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർ 2 മുറികളിലായിട്ട് കഴിയുന്ന വ്യക്തികളുണ്ട്. കാരണം അത്രയും പൊരുത്തക്കേടുകളായിരിക്കും. ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനപ്പൊരുത്തം കൂടി അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ കണക്ഷൻ ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, ചിലപ്പോൾ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം, പ്രണയിക്കുന്നവരായിരിക്കാം, ഇങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ആ ഒരു പ്ലേസിലേക്ക് മറ്റാരും റീപ്ലേസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു പേഴ്സണായിരിക്കും നിങ്ങൾക്ക് ഒരുപാടൊരു കെയർ, സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനൊക്കെ തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു പൊരുത്തം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു വഴക്കിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും നല്ല രീതിയിൽ പോയിട്ടുള്ള ഒന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൺട്രോളിങ് ഇഷ്യൂസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അവർ നിങ്ങളോട് ട്രൂത്ത്ഫുള്ളായിട്ടാണോ നിൽക്കുന്നത്, ഇനി വേറെ ആരെങ്കിലുമായിട്ട് അവർക്ക് കമ്പനി ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ എന്തെങ്കിലും നുണയോ കാര്യങ്ങളോ ഒക്കെ പറയുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വ്യഗ്രതപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലവരുടെ കേസസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും പറയാൻ സാധിക്കുന്നത് നിങ്ങളായിരിക്കാം ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ കൺട്രോളിങ് കൂടുതലായിട്ട് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടാവാം ഈ ഒരു പേഴ്സണെ കുറിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, എന്നോട് ഇനി പറയുന്നതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള കൺട്രോളിങ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ ഇവരെ സംശയത്തോടു കൂടി നോക്കുക, അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യനിങ് എന്നുള്ള രീതിയിൽ ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം ഈ ഒരു വ്യക്തി എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത് അവസാനിപ്പിക്കാനൊന്നും താല്പര്യമില്ല, എങ്കിലും ചില സമയങ്ങളിൽ ആൾക്ക് ഇതൊരു ബേർഡൻ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് നമ്മൾ ഇങ്ങനെ പറയില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ മറ്റെന്തോ ഒരു കാര്യവുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ഒരു പക്ഷേ ആ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഭവമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതോടൊപ്പം തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനായിട്ട് ആൾ പരിശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആളുടെ ഭാഗത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിന് ആൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ടും ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വരും, ഇടയ്ക്ക് ഇത് തീർത്തും ഒരു വഴക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ആർഗ്യുമെൻറ്റ് ആ ഒരു രീതിയിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നിരാശയുള്ളത്. കാരണം ഇത്രയധികം ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്, എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ പാർട്ട്ണർ അത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രോബ്ലംസ് വരുന്നത്. എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഫീലിംഗ് ആയിട്ട് കൂടുതലും പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവായിരിക്കാം. കാരണം നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടാവാം. നമുക്കറിയാം ഇവിടെ ആ ഒരു ലവ് കാർഡ്, ആ ഒരു എനർജിയൊക്കെ വരുമ്പോൾ അത്രയും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. എത്രയോ വഴക്കിട്ട് അല്ലെങ്കിൽ എത്രയോ ദിവസങ്ങളിൽ മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും
മനസ്സിനകത്തുനിന്ന് പറിച്ചറിയാൻ കഴിയുന്ന ഒരു ബന്ധമല്ല. ഏത് തരത്തിലുള്ള ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും അത്രയും സ്ട്രോങ് ആണ് നിങ്ങളുടെ ഒരു ബോണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് അത്രയധികം പൊസസീവ് ആയതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ്, അല്ലാന്നുണ്ടെങ്കിൽ ആളെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇനിയിപ്പോൾ അവരുടെ നമ്മൾ പറഞ്ഞതുപോലെ അവർ 2 സിറ്റുവേഷൻസാണ് ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മറ്റൊരു സിറ്റുവേഷനിലുള്ളത് ആരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം. അപ്പോൾ അതിനെ ഇനി എന്നെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ സമയം എന്നോടൊപ്പം തന്നെയാണോ ചിലവഴിക്കുന്നത് എന്നുള്ള കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കണം ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതെന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം ആ ഒരു തരത്തിലായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൊസസീവ് നേച്ചർ കൊണ്ടായിരിക്കാം ഇതിനകത്ത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ചിലരുടെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഒരു കരിയറിനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കായിരിക്കാം. അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാവുമ്പോൾ നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയായിരിക്കും. അത്രയധികം വർക്ക് ഹോളിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ കൂടുതലും അവരുടെ കരിയറിനൊക്കെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന അത്ര ഒരു ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, പഴയതുപോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതിയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രധാനമായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ആരുടെയൊക്കെ എനർജീസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഇതിന് കണക്ഷൻ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണോട് കുറച്ചധികം പൊസസീവാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തുചാട്ടം കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ മറ്റ് ഫീൽഡുകളിൽ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒഴികെ മറ്റുള്ള കാര്യങ്ങളിൽ, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് ചെയ്യുന്ന സ്ഥലം, മറ്റുള്ള വ്യക്തികൾ, ഇവരോടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളെല്ലാം വളരെയധികം ബോൾഡായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ചൊക്കെ ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മെച്ചുവറായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു പാഷനേറ്റ് എനർജി ഉണ്ടാവാം ഈ ഒരു വ്യക്തിയോട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതിനേക്കാൾ ഒരു പടി കൂടി കൂടാനേ സാധ്യതയുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പിനോടും ഈ ഒരു പേഴ്സണോടും നിങ്ങൾക്കുള്ള ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത്. ആ ഒരു ഫയറിന് നിങ്ങൾക്ക് ഇതുവരെ ഒരു കുറവ് വന്നിട്ടുണ്ടാവണമെന്നില്ല. കാരണം നിങ്ങളത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്രയധികം ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ആവേശമായിട്ട് എടുത്തു ചാടുന്ന തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കാം പ്രതികരിക്കുന്നത്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റായിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു പ്രതികരണം. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോടോ എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആവണമെന്നില്ല. അതേസമയം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിനകത്ത് എപ്പോഴും ആദ്യത്തെ ഒരു എനർജിയിൽ തന്നെ ചിലപ്പോൾ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നൊരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടാവാം എപ്പോഴും ഒരേപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരേപോലെ മനുഷ്യർക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളത്. കാരണം ആളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും ആദ്യത്തെ ആ ഒരു ആവേശവും കാര്യങ്ങളൊന്നും കാണണമെന്നില്ല. ആ ഒരു തരത്തിലാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലിപ്പോൾ സൗന്ദര്യ പിണക്കത്തിലോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വരും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, ഇപ്പോഴുള്ള ഈ ഒരു പിണക്കവും സെപ്പറേഷനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കോൺടാക്ട് ചെയ്ത് വരുമ്പോൾ അവരും കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ കുറച്ചുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഭയങ്കരമായിട്ട് പോസസീവായിട്ടുള്ള നേച്ചർ ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്കാണ് ഇത് റെസനേറ്റ് ആവുക. അല്ലാതെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങളനുസരിച്ച് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരിക്കലും റെസനേറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ കുറച്ച് തോന്നലുകളായിരിക്കാം നിങ്ങൾ അവരോട് കാണിക്കുന്ന ഒരു കൺട്രോളിങ് ഇഷ്യൂസ് എല്ലാം കുറച്ചധികമാണെന്നുള്ള തോന്നലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഓരോ പ്രാവശ്യവും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് വീണ്ടും യൂണിയൻ ആകുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ കുറച്ച് ദിവസങ്ങളെങ്കിലും പോകുമായിരിക്കാം.
അതിനുശേഷം വീണ്ടും രണ്ടുപേരുടെയും ഒരു റിയൽ ക്യാരക്ടേഴ്സ് വരുന്നത് കൊണ്ടായിരിക്കാം ഇതിനകത്ത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു ക്വാളിറ്റി ടൈം എനിക്ക് തരണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസും അറ്റൻഷനും ഒക്കെ എനിക്ക് തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീകൺസിൽ ആയി കഴിയുമ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ദിവസങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങളോട് പെരുമാറുന്ന ഒരവസ്ഥയായിരിക്കും. പിന്നെ ആൾ വീണ്ടും പഴയപടിയാവും. അല്ലാന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആദ്യമേ ആ ഒരു റീയൂണിയൻ വരുമ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് പോകാൻ ശ്രമിക്കും, ആ ഒരു പേഴ്സണെ കുറച്ചും കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ പിന്നീട് നിങ്ങളാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സൺ അപ്പുറത്ത് ഹാൻഡിൽ ചെയ്യുന്നത് ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനേക്കാളൊക്കെ പ്രിയപ്പെട്ടത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവർ കൂടുതലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഇതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും. ആ ഒരു തരത്തിലുള്ള തോന്നലുകളോ കാര്യങ്ങളോ അവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് അവർ ആഗ്രഹിക്കില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും പേഷ്യൻസ് ലെവൽ അത്യാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സ്നേഹം മനസ്സിനകത്ത് സൂക്ഷിക്കുന്നുണ്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു ബന്ധമായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ കുറച്ചധികം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ പ്രോബ്ലം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അടിയും പിടിയും വഴക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പരസ്പരം വിട്ട് കളയാനായിട്ട് തോന്നാത്ത തരത്തിലുള്ള എനർജീസാണ് ഇവിടെ നമുക്ക് രണ്ടുപേരുടേതായിട്ട് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയോ അല്ലെങ്കിൽ പേഴ്സൺ എനർജിയോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളും കുറച്ച് എടുത്തിയാട്ടമുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നിങ്ങളും ഒരു കാരണക്കാരനോ കാരണക്കാരിയോ ഒക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത്, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇപ്പോൾ ഒന്ന് സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ഒരു സൗന്ദര്യപ്പണക്കത്തിലൊക്കെയാണ്, വീണ്ടും റീകൺസിൽ ആവാനായിട്ടിരിക്കുകയാണ്, ആ ഒരു പേഴ്സണായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ റീകൺസിലേഷന് വേണ്ടിയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കോൺടാക്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.